ആഫ്രിക്ക ഷെവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചാപ്സാണ്. ചിക്കൻ ചാപ്സിന് അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് 2 കിലോ ചിക്കൻ ഉണ്ടാവും. കഴുകി ഫ്രഷ് ചിക്കനാണ്, കഴുകി വാരി റെഡിയാക്കി വെച്ച ചിക്കൻ ഉണ്ടാവും. അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. ഈ അളവില്ല, നമുക്കെല്ലാം കൈയളവാണ്. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ പകുതി നാരങ്ങ, കുറച്ച് നാരങ്ങ ഇതിൽ സ്ക്വീസ് ചെയ്തിടും. അതിൽ നാരങ്ങ എടുത്താൽ ഏതിലോ കുരുവെള്ളം കളഞ്ഞിട്ട് കുറച്ച് കുരുണ്ടാവും. കുരു നമ്മൾ ഇത് വീഴാതെ നോക്കണം. കുരു വീഴാൻ കഴിക്കുക. ജ്യൂസ് നാരങ്ങ നല്ല നീരുണ്ടാവുമല്ലോ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കും. ഓക്കെ, ഇനി നമ്മളൊരു 1 hour റെസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. 1 hour റെസ്റ്റ് ചെയ്ത് ഇനിയിപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇവിടെ മൂടി വയ്ക്കുകയാണേ. ഓക്കെ, ഇനി നമുക്ക് ഒരു 1 hour കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. നമ്മളിപ്പോൾ ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൺഫ്ലോർ മുട്ടയും മിക്സ് ചെയ്യാനുള്ളതാണ്. ഇവിടെ നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചിട്ടു. എന്നിട്ട് കോൺഫ്ലോർ ഒഴിച്ചിടാം. ഇത് കോട്ടിങ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുട്ടയും കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. കുറച്ചും കൂടി കോൺഫ്ലോർ കുറവുണ്ട്. ഇത് മതിയാവും. ഉപ്പൊക്കെ ഓക്കെയാണ്. നമ്മൾ ഇനി ഇത് വറക്കാൻ പോകണ്ട. അപ്പോൾ ഇത് വറക്കുന്നതിന് പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറഞ്ഞു. ഓണാക്കി
ചട്ടിയുടെ നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. ഞാനൊന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് ഒരു കഷ്ണം ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇനി ഇട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇപ്പോൾ വറുക്കില്ല. നമ്മളൊരു ഹാഫായിട്ട് വറുത്തിട്ട് കോരി മാറ്റും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോരി മാറ്റാൻ കിട്ടുമ്പോൾ ഇതിനുള്ളിലുള്ള ജലാംശം കാര്യങ്ങളെല്ലാം ആ വെള്ളമെല്ലാം കത്തിക്കും. അപ്പോൾ പിന്നെ എണ്ണ അധികം കുടിക്കാണ്ട് നമുക്ക് ഫ്രൈ ആയിട്ട് അതിന് വേണ്ടിയാണ്. ഇത് എൻ്റെ ഫാദർ പഠിപ്പിച്ചതാണ്. ഫാദർ ഷെഫാണ്. അപ്പോൾ മൂക്കിൽ പഠിപ്പിക്കുന്ന ചെറിയൊരു കാര്യങ്ങളൊക്കെ അതിലൊന്നും പതിയെ കോരിയിട്ട് ചെയ്യുന്നത് അടുത്ത വയസ്സ് കൊടുക്കാം. മീഡിയം ഫ്ലെയർ വെച്ചിട്ട് പിന്നെ നമ്മൾ ചാപ്സായതുകൊണ്ട് ചിക്കൻ ഫ്രൈ ഒരുപാട് വറുത്തിടാറുണ്ട്. ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. അത് കോരി കോരി മാറ്റാം. അടുത്ത പ്രാവശ്യം വറുത്തെടുക്കാം.
ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ചിക്കനെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് കേട്ടോ. ചിക്കനെല്ലാം വറുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ചിക്കൻ വാങ്ങി ഇവിടെ കാണാം. ഒന്നും അങ്ങനെ അധികം എണ്ണ കുടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് ചാപ്സാക്കാൻ പോകും. അതിന് നമ്മൾ ആദ്യം കടായി എടുത്ത് വയ്ക്കുകയാണ്. നമ്മൾ ഈ വറുത്ത എണ്ണ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യാം. നമുക്ക് എണ്ണ ഒന്നും വേസ്റ്റ് ആകുന്നില്ല. ഓക്കെ, ചട്ടിന് ചൂടായിക്കോട്ടെ. കാരണം ഇത് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജലാംശം ഇതിലുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പം അതില്ലാതിരിക്കാനാണ്. നമുക്ക് എണ്ണയിലൊക്കെ വെച്ച് കൊടുക്കാം. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല, അടിയിൽ ചിലപ്പോൾ ഇതിൻ്റെ കുറച്ച് കൊറ്റനൊക്കെ ഉണ്ടാവും. വെച്ചിട്ടോ എണ്ണ ഓൾറെഡി ചൂടാണ്. എണ്ണയിലോട്ട് നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ. ഇഞ്ചി വെളുത്തിട്ടുണ്ട്. മൂത്ത് വരുന്നുണ്ട്. മൂത്ത് റെഡിയാകുമ്പോൾ ഇതിൽ നമ്മൾ സവോള ഒരു 4 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. 4 വലിയ സവോള അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. സവോള ഒന്ന് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിടുന്ന ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കനിൽ വറുക്കാനായിട്ട് ഉപ്പ് വെച്ചാണ് അതിൽ ഉപ്പുണ്ടാവും. ഇത് മുരിയാൻ വേണ്ടി പെട്ടെന്ന് മുരിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് മുരിഞ്ഞ് വെന്ത് വരാനായിട്ട് ചെയ്യുന്നൊരു പണി കുറച്ച് നേരം ഒന്ന് അടച്ചു കൂടെ ആവിയിലൊന്ന് വേവ് അതിൽ നമ്മൾ തുറക്കും. അതിന് തന്നെ കുറച്ച് കറിവേപ്പില, മൂന്നാല് പച്ചമുളക്,
ഉള്ളിയൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഉള്ളി മൊരിഞ്ഞുണ്ട്. ഇതിലോട്ട് നമുക്ക് സാധനങ്ങൾ ചേർക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ഓക്കെ. പിന്നെ ഇന്ന് കുറച്ച് വെക്കാം. മല്ലിപ്പൊടി, ഇനിയുള്ളത് ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. സാധാരണ മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടിയാണ്. അതിന് എരിവ് ഉണ്ടാവില്ല, കളർ ഉണ്ടാവും. എരിവ് കുറവായിരിക്കും കേട്ടോ. 2 സ്പൂൺ. ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ പച്ച കുത്തൊക്കെ ഒന്ന് മാറണം കേട്ടോ. അതിനാണ് ഇതിൻ്റെ കളർ എന്തായാലും പേടിക്കണ്ട. കളർ മാത്രം ഉണ്ടാവുള്ള എരിവ് കുറവായിരിക്കും കേട്ടോ. ഇതിലോട്ട് കുറച്ച് ഗരം മസാല കേട്ടോ. ഒന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചെയ്യുന്നത് തക്കാളി ചേർക്കുന്നത്. ഇതിപ്പോൾ തക്കാളി ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് തക്കാളി പ്യൂരിയാക്കിയതാണ്. തക്കാളി കരിഞ്ഞും ചേർക്കാം, ഓക്കെ. അതിന് അങ്ങനെ അധികം വെള്ളത്തിൻ്റെ പരിപാടികളൊന്നും അധികം ഉണ്ടാവില്ല, ഓക്കെ. തക്കാളി ചേർക്കുമ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ അരിഞ്ഞ് ചേർക്കുമ്പോഴും ഇതെല്ലാം ഇട്ട് വഴറ്റി എല്ലാം മൂത്തതിന് ശേഷം മാത്രം ഉണ്ടാകും. കാരണം അത് അല്ലാണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂക്കില്ല. അതുപോലെ ചിലപ്പോൾ തക്കാളി സവോള വഴറ്റി റെഡിയാവാൻ മുമ്പ് തക്കാളി അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി മുരിയില്ല, സോറി ഒനിയൻ മുരിയില്ല. സവോള മുരിയണമെങ്കിൽ ആദ്യം തക്കാളി ഇട്ടത്, സവോള മുരിഞ്ഞ് അതിൻ്റെ എല്ലാം റെഡിയായി. തക്കാളത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം കൂട്ടി വെക്കാം. കാരണം പിന്നെ എനിക്ക് വയ്ക്കില്ല, അങ്ങനെ ഇടയ്ക്ക് പോകും. തക്കാളി ഒന്ന് ശരിക്കുന്ന വെന്ത് വരട്ടെ.
തക്കാളി ഇത് എല്ലാം ഒന്ന് വഴറ്റി മൂത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ തക്കാളി കഴുകിയ ജാറാണ്, അതിൽ കുറച്ച് വെള്ളം അതിലോട്ട് ഒഴിക്കുക. ഓക്കെ, ഫ്ലെയിം കൂട്ടിയിടാം. അപ്പടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഒരുപാട് ചാറ് പോലെ ഇരിക്കുന്നൊരു കറിയല്ല, ഇച്ചിരി കൂടുതലായിരിക്കും കറി. വേണം ഉപ്പ് നോക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, മാറ്റി കൊടുക്കുന്നു. ഗ്രേവി ഇച്ചിരി തിക്കായിട്ടാ നോക്കിക്കോ. തിക്ക് ഗ്രേവിയാണ്. ഇതിലോട്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കണം ചിക്കൻ ആഡ് ചെയ്യണം. നമ്മളിത് ചിക്കനായിട്ട് മിക്സ് ആക്കും. ഈ കറി നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പം, പത്തിരി, ചോറ്, അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ്, അല്പം മല്ലിയില ഇട്ടാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഈ സമയത്താണ് അത് ഇട്ട് കൊടുക്കുക. ഈ പരുവത്തിൽ കഴിക്കാൻ ടേസ്റ്റാണ്, നല്ല ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് കറിയായിട്ട് വേണ്ടതുകൊണ്ട് ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കില്ല, പകരം തേങ്ങാപ്പാൽ ഒഴിക്കും കേട്ടോ. ആദ്യം തേങ്ങാപ്പാൽ ഇത് വാങ്ങാൻ കിട്ടും. ഇത് ക്രീമാണ്, കോക്കനട്ട് ക്രീമാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ 1 പാലിൻ്റെ അറിയിച്ച് വരുന്ന മൂടി വെച്ച് കഴിക്കാം. ഇപ്പോൾ ചാപ്സ് റെഡിയാണ്. ഇതാണ് ശരിക്കും ചിക്കൻ ചാപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ പെരണ്ട് കിടക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ പരിവം. ഓക്കെ, ഇവിടെ കുറച്ച് കറി 3-4 ദിവസത്തേക്ക് വേണ്ടതുകൊണ്ട് ഇപ്പോൾ ഒറ്റ കറിയാണ് വെക്കാം കേട്ടോ. ഇതിലോട്ട് നമ്മൾ കുറച്ച് കോക്കനട്ട് ക്രീം ആഡ് ചെയ്യണം കേട്ടോ. ഇത് 1 പാൽ. ഫ്ലെയിം ഞാൻ സ്ലോ ഫയറിൽ വെച്ചാണ്. എരിവ് പിന്നെ കൂടുതലാണെന്ന് തോന്നുന്നവർക്കും ഇതുപോലെ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാണെങ്കിൽ എരിവ് കുറയും കേട്ടോ. 1 പാലായതുകൊണ്ട് മാത്രം അല്പം വെള്ളം ചേർക്കുക. കശുവണ്ടി ഉണ്ടെങ്കിൽ അരച്ച് ചേർത്താൽ നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടും. ഇനി അല്പം നേരം അടച്ചു വെക്കാം കേട്ടോ. ഇവിടെ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതുകൊണ്ട് തേങ്ങാപ്പാലും വേറെ ഉള്ളു വെച്ചിട്ട് മിക്സി ചാറും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. നല്ല തിക്കായിരിക്കും. ഇതിലോട്ട് ഇനി കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കട്ടെ.
ഇതുകൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ റെഡിയായി. ഞാൻ ആദ്യം കാണിച്ച പരുവത്തിലാണ് ശരിക്കും ചാപ്സ് എടുക്കേണ്ടത്. നമ്മൾക്ക് കുറച്ച് കറി കൂടുതൽ വേണ്ടതുകൊണ്ട് തേങ്ങാപ്പാൽ ശരിക്കും ഒഴിച്ചെടുത്താണ്. അപ്പോൾ സംഗതി റെഡി. ഓക്കെ, ഇതിൻ്റെ ഉപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത് ഞാൻ കാണിച്ച ചാപ്സിൻ്റെ പരുവത്തിൽ എടുത്തപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഗ്രേവി ഉണ്ടാക്കി ഇതുപോലെ തേങ്ങാപ്പാൽ ചേർത്ത് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിക്കൻ ചാപ്സ് കേട്ടോ. കാണാം. ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും